ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പോകുന്നവർ വണ്ടി നീ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ 3 സെക്കൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹിൽ ഹോൾഡ് ഓൺ ആവും. സ്റ്റോറേജ് 34 ലിറ്ററിന്റെ അണ്ടർസീ സ്റ്റോറേജ് ഇടും. സോ നിനക്കൊരു ഫാമിലി യൂസ് അല്ലെങ്കിൽ നിന്റെ അങ്ങനെ ഡേ ടു ഡേ യൂസിന് വേണ്ടതല്ല, നിന്റെ പിള്ളേർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. ഷോർട്ടർ ഡിസ്റ്റൻസ് കവർ ചെയ്യാനും വേണ്ടി സിമ്പിൾ ആയിട്ട് അവർ സേഫ് ആയിട്ട് ഓടിച്ചു നടക്കാന്നുള്ള രീതിക്ക് ഫുൾ ഫ്ലഡ്ജ് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്കറിയാം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷത്തിനടുത്ത് 2 ലക്ഷത്തിന് മുകളിൽ സ്പെൻഡ് ആവും. വീണ്ടും ഓർബിറ്റർ തന്നെ വീണ്ടും കൊണ്ടുവന്നതിന്റെ മെയിൻ റീസൺ തന്നെ കണ്ടമാനം കൺഫ്യൂസ്ഡ് ആണ് ആൾക്കാർ. ഓൾറെഡി ഫീൽഡിൽ ഐക്യൂബ് ഉണ്ട്, ഐക്യൂബിന്റെ ബേസ് വേരിയന്റ് ഉണ്ട്, പിന്നെ എന്തിനാ ഇത് TVSന്റെ രണ്ടാമത്തെ ഇലക്ട്രിക്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധനമായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഐക്യൂബ് അങ്ങനല്ല, ഐക്യൂബ് കുറച്ചും കൂടെ ഒരു ഫാമിലി സ്കൂട്ടർ ഓറിയന്റഡ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. ഇതിന്റെ സൈഡിൽ നിന്ന് നോക്കുന്നതിന് മനസ്സിലാക്കുക സ്ട്രൈറ്റ് കട്ട് ഡിസൈൻസ് ആണ്. ഭയങ്കര ഡയമെൻഷണൽ ആണ്, സിമെട്രിക് ആണ്. ആ ഒരു ഡിസൈൻ അവിടെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഈ ഒരു സെഗ്മെന്റിലെ മറ്റ് സ്കൂട്ടേഴ്സ് ഒക്കെ നോക്കിയാൽ ഇത് വെച്ചിട്ട് നമ്മൾ അതിനെ നോക്കി കഴിഞ്ഞാൽ അത് കുറച്ച് ഓർഡറിനായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഓക്കെ, ഇത് ഭയങ്കര സിമ്പിൾ, ഭയങ്കര മിനിമലിസം ആണ്. ഒന്ന് ആ ഒരു മിനിമലിസം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരെണ്ണം. ഓക്കെ, അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളൊരു സാധനമല്ല. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിറ്റി യൂസ്, പ്യൂർ സിറ്റി യൂസ്. അതായത് സിറ്റിക്കകത്ത് കിടന്ന് നിനക്ക് മൊത്തം നിന്റെ കളിയെന്ന് വെച്ചോ, അതിന് വേണ്ടിയുള്ളൊരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് ഇത് നിമ്പിളാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ആക്സസിബിൾ ആണ്. ഏത് പ്രായക്കാർ, ഏത് ജെൻഡറിലുള്ള ആൾക്കാർ, ഏത് തരം റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ ഇത് എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഒരു വണ്ടി ഓടിച്ചു നടക്കുന്ന ഫീൽ തരിക എന്നുള്ളൊരു സാധനം കൊണ്ടാണ് ഇതിനെ മെയിനായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇപ്പം ലേഡീസ് നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഈസി ആയിട്ട് തറയെ കാല് കുത്താം. ഇരിക്കാനാണെങ്കിൽ തന്നെ എനിക്ക് അവർ പറയുന്ന സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ സ്റ്റോറേജ് 34 ലിറ്ററിന്റെ അണ്ടർസീ സ്റ്റോറേജ് ഇടും. സോ നിനക്കൊരു ഫാമിലി യൂസ് അല്ലെങ്കിൽ നിന്റെ അങ്ങനെ ഡേ ടു ഡേ യൂസിന് വേണ്ടി നല്ല യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫുട്ബോൾ ഏരിയ തന്നെ വന്നിരിക്കുന്നതും കറക്റ്റ് പ്രൊപ്പോർഷൻ. അത് നിനക്കൊരു പ്രോപ്പർ കാർഡ്ബോർഡ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ അങ്ങനെ സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പ്ലസ് നമ്മുടെ കാല് വെക്കാനും നല്ല സ്പേസ് കിട്ടും. അങ്ങനെ യൂട്ടിലിറ്റി, കൺവീനിയൻസ്, സിംപ്ലിസിറ്റി, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. സിറ്റി നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ. അതുപോലെ തന്നെ ലേണേഴ്സിനെയും കൂടെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ. അതായത് വണ്ടി ആദ്യമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പോകുന്നവർ, ഇപ്പൊ ആ ഒരു 17-18 വയസ്സ് പ്രായത്തിലുള്ള ടീമുകൾ, കോളേജ് ടോട്ടൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ലേണേഴ്സ് ലൈസൻസ് എടുത്തിട്ട് എനിക്ക് വണ്ടി ഒരെണ്ണം ഉപയോഗിക്കണം, ഓടിച്ച് പഠിക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ഒരു സാധനം പഠിക്കാനായിട്ടും നന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇത് നിനക്ക് പേടിപ്പിക്കുന്ന അത്ര ഒരു പുള്ളില്ല. എന്നാൽ നിനക്ക് വലിയ കൊണ്ടോന്ന് ചോദിച്ചാൽ രണ്ടുപേരെ വെച്ചിട്ട് അത്യാവശ്യം എല്ലാ സിറ്റുവേഷനിലും ഓടിക്കാം. അതുപോലെ ഇതിന്റെ ടോപ്പ് സ്പീഡ് അവർ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 68 km/h 70 പോകുന്നില്ല. സോ സേഫ് റീജിയൻ ആണ്. ഓക്കെ, അവർ അത്ര ഹാർഡ് ഒരു ആക്സലറേഷനും ഇല്ല, അതുപോലെ വലിയ സ്പീഡ്സിലോട്ടും അത് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് സേഫ് ആയിട്ട് നിന്റെ പിള്ളേർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. ഷോർട്ടർ ഡിസ്റ്റൻസ് കവർ ചെയ്യാനും വേണ്ടി സിമ്പിൾ ആയിട്ട് അവർ സേഫ് ആയിട്ട് ഓടിച്ചു നടക്കാന്നുള്ള രീതിക്ക്. ഹൗസ് വൈഫ്സിനൊക്കെ അതാണ് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ. ഈ സ്കൂട്ടി പെപ്പ് ഒക്കെ എടുക്കുന്ന ടൈപ്പ് ലേഡീസ് ഉണ്ടല്ലോ, അവർക്ക് വെയിറ്റ് പറ്റത്തില്ല, അവർക്ക് ഹൈറ്റ് ഭയങ്കര ഇൻസെക്യൂർ ആണ്. അവർ അങ്ങനെയുള്ളവർക്ക് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ആ വെയിറ്റും ഹൈറ്റും വണ്ടിയുടെ വലിപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് ഓടിച്ച് നടക്കാവുന്ന സാധനമാണ്. വിത്ത് മൈലേജ്, വിത്ത് റേഞ്ച്. ഇപ്പം അവർ പറയുന്നത് 148 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത്. റിയൽ വേൾഡ് അവർ ക്ലെയിം ചെയ്യുന്നത് ഏകദേശം 110-115 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലും വരും. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ് 110, 115 നമുക്കിത് ഓൺ റോഡ് കേരള ഇറക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ലാണ്ട് ഒരു നോർമൽ ഒരു മെയിൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്കറിയാം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 2 ലക്ഷത്തിനടുത്ത് 2 ലക്ഷത്തിന് മുകളിൽ സ്പെൻഡ് പോകും. ഐക്യൂ മോഡൽസ് എടുത്താലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും നിനക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്കൂട്ടറിൽ എന്നാൽ നിനക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വേണം, നല്ലത് ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെത്, നല്ല സർവീസ് സപ്പോർട്ടുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സാധനമാണ് ഈ ഒരു ഓർബിറ്റർ. ഒട്ടും ഫീച്ചറും കട്ട് ചെയ്തിട്ടില്ല. ലൈക്ക് നിനക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഈ ഒരു സ്പീഡിൽ എന്തിനാണ് ക്രൂസ് കൺട്രോൾ? അത് ഫ്രീക്വന്റ് ആയിട്ട് നീ സിറ്റിയിൽ ഇപ്പം നിനക്ക് 40 പോകണം, എനിക്ക് ഒരു സിഗ്നൽ തൊട്ട് സിഗ്നൽ വരെ നിനക്ക് ഡിസ്റ്റൻസ് നീ പോവാണ്. ലോ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ആ ലോ സ്പീഡിൽ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ തിരിച്ചു വിടുന്നതിന്റെ ആവശ്യമില്ല. ഒരു നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡ് വരുന്നു, നീ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നു, ഏശാട്ട് വണ്ടി അതോടൊപ്പം ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഡീസെൻഗേജ്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ചെറിയ കയറ്റത്തൊക്കെ വരുമ്പോഴത്തേക്ക് ലേഡീസിനുള്ളൊരു പേടിയാണ് വണ്ടി എടുക്കുമ്പോൾ ബാക്കിലോട്ട് പോകുന്നത്. അവർ ആ ത്രോട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന ത്രോട്ടിലോട്ട് ട്രാൻസിഷൻ അവർക്ക് അത്രയും കിട്ടത്തില്ല. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് വണ്ടി നീ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഹിൽ ഹോൾഡ് ഓൺ ആവും. വണ്ടി അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാം, അപ് ടു 30 സെക്കൻഡ് അത് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും. എന്നിട്ട് നിനക്കൊരു ബീപ്പ് സൗണ്ട് കേട്ടിട്ട് അത് ഡിസെൻഗേജ് ആകത്തുള്ളൂ. സോ അവിടെ ഒരു സേഫ്റ്റി നിനക്ക് കിട്ടുന്നത്. പിന്നെ പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. റിവേഴ്സ് നീ ഉന്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കാലിട്ട് തത്തി. ഇപ്പൊ ഹൈറ്റ് കുറവുള്ളവർക്ക് അത് ഭയങ്കര പാടാണ്. ചെറിയൊരു സോപ്പ് വേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര പാടാണ്. ലേഡീസിന് അത് പാടാണ്. അവർക്ക് ഈ പാർക്ക് അസിസ്റ്റ് ഇട്ടിട്ട്
ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പയ്യെ ബാക്കിലോട്ട് പാർക്കിംഗ് ഏരിയ എടുക്കാനും കയറ്റം ഉള്ളിടത്തൊക്കെ ബാക്ക് എടുക്കാനൊക്കെ തന്നെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മീറ്റർ കൺസോൾ വരുന്ന അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡ് ഉണ്ട്. അതിനകത്ത് കാണാൻ അധികം കാര്യങ്ങളില്ലാലും ഇതിന്റെ ആപ്പ് കണക്ടിവിറ്റി ആയിട്ട് നമുക്ക് കുറെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ജിയോ ഫെൻസിങ്, ക്രാഷ് അലേർട്ട്, അതൊക്കെ ഉണ്ട്. റിയൽ ടൈം ലൊക്കേഷൻ, ലാസ്റ്റ് പാർക്ക് ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അത് ശരി, ആ ഒരു വിലക്ക് അത് നൈസ്. അത് നോക്കണം, ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് 10x10 നാവിഗേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ടി വി എസിന്റെ സ്മാർട്ടസ് കണക്ട് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഫോണിൽ കിട്ടുന്നത്. അന്ന് യൂസ് ചെയ്തായിരുന്നു. നൈസ് ആണ് അത്. വലിയ ബഗ്ഗോ ക്രാഷ് ആകാൻ പരിപാടിയില്ല, ഭയങ്കര ഫ്ലൂയിഡ് ആണ്. പിന്നെ വിൻസ്ക്രീൻ വരുന്നുണ്ട്. സോ ഇപ്പം ഇവൻ ഈ സിറ്റിയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ഒരു ചെറിയ വിൻ ഇതുപോലും നിനക്ക് ഒഴിവായി കിട്ടുന്നുണ്ട്. പക്ഷെ അറിയത്തില്ല, പക്ഷെ ഡിസൈനിന്റെ ഭാഗമായി ഓടിച്ചതാണ് ഫാക്ടറി ട്രാക്കിൽ. അത് നല്ല എഫക്റ്റീവ് ആണ്. മീൻസ് 60 കിലോമീറ്റർ എന്ന് പറയുമ്പോഴും അതിലും കാറ്റ് നിന്റെ മുഖത്തോട്ട് അടിക്കും. പ്രത്യേകിച്ച് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെച്ചാൽ പോകുന്നെങ്കിൽ നിനക്ക് 60 കിലോമീറ്ററിന്റെ കാറ്റും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവായി കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെട്ടത്തിന്റെ ത്രോ ഒക്കെ എങ്ങനെയുണ്ട്? ഹെഡ്ലാമ്പ് LED ഹെഡ്ലാമ്പാണ് കൊടുത്തത്. ടിവിഎസിന്റെ LEDs സാധാരണ അത്യാവശ്യം നല്ല ബ്രൈറ്റും ഇൻറ്റൻസും ഒക്കെ തന്നെയാണ്. പിന്നെ ഹെഡ്ലാമ്പിനെക്കാളും ആളുകൾ ഇതിൽ അട്രാക്ട് ആവുന്നത് ആ ഒരു DRLM ഇത് കാണാൻ സീക്വൻഷ്യൽ ആണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ വരെ പോകുന്ന രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് ഇന്റഗ്രേറ്റഡ് 10 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഭയങ്കര പ്രീമിയം ഫീൽ തരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിസിബിലിറ്റി അടിപൊളിയാണ്. അതെങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല വിസിബിൾ ആണ്. ടൈലാമാണെങ്കിലും ആ ഒരു DRLാണെന്നുണ്ടെങ്കിൽ 14 ഇഞ്ച് വീലാണ് ഫ്രണ്ട് കൊടുത്തേക്കുന്നത്. അതിൽ 90/80 സെക്ഷന്റെ ടയറും കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട് 14 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മാനുവറബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സിറ്റി ട്രാഫിക്കിൽ നമുക്ക് പെട്ടെന്ന് കുത്തി തിരിച്ചെടുത്തോണ്ടൊക്കെ പോകണമെങ്കിൽ ആ ഒരു ലെവറേജ് കുറച്ചുകൂടെ കിട്ടും. പ്ലസ് കംഫർട്ടിനും പിന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ കംഫർട്ട് മീൻ വിഗർ വീൽ ആകുമ്പോൾ ഒബ്സ്റ്റക്കിൾസിന് മേളിൽ കൂടെ പോകാനുള്ള ഒരു കേപ്പബിലിറ്റി. അതെ, ചെറിയ വീലിനേക്കാളും വലിയ വീലിനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ്. സസ്പെൻഷൻ ക്വാളിറ്റി എങ്ങനെയുണ്ട്? സസ്പെൻഷൻ ക്വാളിറ്റി അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. പ്ലഷ് ആണ്, നല്ല പ്ലഷ് ആണ്. രണ്ടുപേരും നല്ല പ്ലഷ് ആയിട്ട് ഒഴുകി പോകാം. പിന്നെ ഇതിന്റെ സ്പീഡ് ഈ വണ്ടി പോകുന്ന സ്പീഡുകളിൽ നിനക്ക് ഹാർഡ് സസ്പെൻഷന്റെ ആവശ്യമില്ല. അതെ, ആ പോക്കൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. പിന്നെ മോഡുണ്ട്. സിറ്റിയും നിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള 2 മോഡ് വരുന്നുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് പവറിൽ അങ്ങനത്തെ വലിയ ചേഞ്ച് അല്ല, പിന്നെ റേഞ്ചിൽ വരുന്ന ചേഞ്ച് ആണ്. റേഞ്ച് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആക്കിയിട്ട് ഇക്കോയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പവറിൽ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂടുതൽ കിട്ടും വണ്ടിക്ക്. അത് ഇക്കോയിൽ ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ 40-45 കിലോമീറ്ററിൽ ലിമിറ്റഡ് ആയിരിക്കും. പറയുന്ന പോലെ 40-45 ലോക്ക്ഡ് ആണ്. ഇല്ല, പക്ഷെ നിനക്ക് വലിവിൽ വലിയ വ്യത്യാസം വരത്തില്ല. നീ ഇക്കോയിൽ ഇട്ടാലും വലിവ് ഒരുപോലെ ആയിരിക്കും. സ്പീഡ് ലിമിറ്റ് ചെയ്യും. നീ സിറ്റിയിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 68 km/h എന്നുള്ള സ്പീഡ് വരെ പോകും. പിന്നെ USB ചാർജിങ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഗ്ലൗ ബോക്സ് ഉണ്ട്. 3 പേർക്ക് ഇതിൽ കംഫർട്ടബിൾ ആയിരിക്കും. ലിറ്ററലി 3 പേർക്ക് ചെയ്യാം. റെക്കമെൻഡഡ് അല്ല. പക്ഷേ ഈ സീറ്റിന്റെ വലിപ്പത്തിൽ ഇപ്പം നമ്മൾ ഓടിച്ച സമയത്ത് നീ ഇരുന്നു, ഞാനിരുന്നു, എന്റെ പുറകെ ബാഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മുന്നോട്ട് നീങ്ങാൻ. അത് സീറ്റ് ഫ്ലാറ്റ് ആണ്, നല്ല സപ്പോർട്ടും വരുന്നുണ്ട്. ഇരിപ്പ് ഭയങ്കര ന്യൂട്രലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല പോലെ ഉണ്ട്. അങ്ങനെ അടി തട്ടുന്നുള്ള പേടിയായി സാധനത്തിനകത്ത് വേണ്ട. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. എന്നാൽ സീറ്റ് ഹൈറ്റും കൂടിയിട്ടില്ല. സീറ്റിംഗ് എർഗണോമിക്സ് ആണെങ്കിൽ നല്ല ആ ഒരു ന്യൂട്രൽ പേഴ്സൺ ആവുന്നേക്കാം. വലിയ എടുത്തു പറയത്തക്ക രീതിയിൽ പക്ഷേ ന്യൂട്രൽ ആണ്, ഡീസന്റ് ആണ്. പക്ഷെ ഞാൻ iQB എന്നൊക്കെ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഒരു ന്യൂട്രൽ ഫീൽ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. iQB ന്യൂട്രലിൽ നിന്ന് കുറച്ചും കൂടെ സിംപ്ലിസിറ്റി എന്നാണ്. അത് നിനക്ക് അതിലിരിക്കുന്ന കാല് റീച്ച് ആവാനാണല്ലോ ഒക്കെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും, ഡിഫറൻസ്. ഇതിൽ കുറെ കൂടെ ഫ്ലാറ്റും ഇത്രയും ലോ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സിമ്പിൾ. ഇങ്ങനെ ഈ സ്ക്വയർ ഡിസൈൻ ഇങ്ങനെ ഇവിടെ കിട്ടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ മേ ബി ഫീൽ ചെയ്യുന്നത്. മേ ബി അതുപോലെ തന്നെ സീറ്റിന്റെ ആ ഒരു ഹൈറ്റും എനിക്ക് തോന്നുന്നില്ല iQBന്റെ അത്ര ഹൈറ്റ് ഇതിന് വരുന്നുണ്ട്. അതിലും ഹൈറ്റ് കുറവായിട്ടാണ് നിൽക്കുന്നത്. ബ്രേക്ക് എങ്ങനെയുണ്ട്? ബ്രേക്ക് ഡിസ്ക് അല്ല വന്നേക്കുന്നത്, ഡ്രം. കാരണം ഇതിന്റെ പെർഫോമൻസിന് ഡിസ്കിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് മാക്സിമം 60 km വരെ സ്പീഡിലേ പോകത്തുള്ളൂ. പിന്നെ സിറ്റിയിൽ നിനക്ക് അത്ര ഷാർപ്പ് ബ്രേക്കിങ്ങിന്റെ ആവശ്യമില്ല. നിനക്ക് എല്ലാം ഗ്രാജുവലി. അതുപോലെ നിനക്കറിയാം ഡിസ്ക് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബിഗിനേഴ്സ് ആര് വന്നിട്ട് ഏതെങ്കിലും സ്ലിപ്പറി കണ്ടീഷനിൽ ഫ്രണ്ട് പിടിച്ചാൽ ലോക്കപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ നോക്കിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പം അടുത്ത വർഷത്തേക്ക് വരുമ്പോഴത്തേക്ക് 2 വീലേഴ്സിനൊക്കെ തന്നെ ABSും കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആക്കി തുടങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഡിസ്കിലേക്ക് പോകാവുന്നേ ഉള്ളൂ. ഒരു ഓപ്ഷണലായിട്ടോ അല്ലെങ്കിൽ ഒരു വേരിയന്റ് ആയിട്ടോ അവർ പിന്നീട് ഇറക്കിയേക്കാം. ഫൈനലായിട്ട് പറയാനുള്ളത് വീട്ടമ്മമാർക്ക്, പ്രായമുള്ളവർക്ക്, പ്രായം എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് പ്രായമായ അപ്പച്ചന്മാരില്ലേ, അവർക്ക്, പിന്നെ മൈലേജ് കൺസേൺ ആയിട്ടുള്ള ആൾക്കാർക്ക്. മൈലേജ് എന്നല്ല, ലൈക്ക് ഇപ്പൊ റേഞ്ചിന് നിനക്ക് ഏത് ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിലും വാങ്ങിക്കാം. അല്ല, ഇതിന് പക്ഷേ അതിലും ഡെയിലി ആ ഒരു പ്രൈസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേഞ്ച് തരുന്ന ഈ വണ്ടി ഒന്നും. അത്യാവശ്യം 100 മേളിൽ റേഞ്ച് ഉണ്ട്. 100 മേളിൽ റേഞ്ച് റിയൽ വേൾഡ് 100 മേളിൽ എന്തായാലും കിട്ടും. 50 കിലോമീറ്റർ വീട്ടിൽ നിന്ന് നിന്റെ ഓഫീസിൽ നിന്ന് വെച്ചോ, നിനക്ക് സുഖമായിട്ട് പോയിട്ട് വരാം ഒറ്റ ചാർജിൽ. ഇനി അതെല്ലാം നിനക്ക് ഓഫീസിൽ ചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. സിമ്പിൾ ചെല്ലുക, കുത്തിയിടുക, വ്യത്യാസത്തോണ്ട് വരിക. എഫിഷ്യന്റ് ആണ്, സിമ്പിൾ ആണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ നല്ല ടൈറ്റ് ട്രാഫിക് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കുറച്ചുകൂടെ ജീവിതം സിമ്പിളറാക്കി കൊണ്ട് നടക്കാൻ പറ്റിയൊരു സാധനമാണ്.
ഓക്കെ. ഓർബിറ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഇൻസൈറ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐക്യൂബ് എടുക്കുന്നതാണോ ഓർബിറ്റർ എടുക്കുന്നതാണോ നല്ലതെന്ന് എനിക്ക് ഒരിക്കലും ഒരു സ്ട്രൈറ്റ് ആൻസർ തരാൻ പറ്റില്ല. അത് നിങ്ങളുടെ നീഡും ഉപയോഗിക്കുന്ന ആളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതെടുക്കണം എന്നുള്ളത്. കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഇപ്പം ഒരുപാട് വേറെ ബ്രാൻഡ്സ് നിൽപ്പുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ ടി വി എസിനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഷോറൂം നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു റിലയബിലിറ്റി. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ബ്രാൻഡാണ് ടി വി എസ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഐക്യൂബ് ഇപ്പം ടോപ്പ് സെല്ലിംഗ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇന്ത്യയിൽ. അപ്പം അതിലൊക്കെ എത്താൻ കാരണം അവർ ആ ഒരു ബ്രാൻഡിന്റെ ആ ഒരു ഇമേജ് തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഓർബിറ്ററിനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ. നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഓടിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടേക്കുക. വാങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇനീഷ്യൽ ഓണർഷിപ്പ് ഇംപ്രഷൻ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടേക്കുക. ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് വണ്ടി തന്നത് കോട്ടയം ടി വി എസിനാണ്. അപ്പോൾ നിങ്ങൾക്ക് കോട്ടയം ടി വി എസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടി വി എസ് ഓർബിറ്റർ ടെസ്റ്റ് റൈഡ് ചെയ്യാനായാലോ ഇത് ബുക്ക് ചെയ്യാനായാലോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ അതിൽ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയോട് കാണാം. അപ്പോൾ അത് കഴിഞ്ഞു.